എന്ന് വന്ന കുറച്ച് വേർഡുകൾ പറഞ്ഞുതരാം. ഇതെന്റെ അമ്മേനെ പിടിച്ച് സത്യം ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അമ്മേനെ പിടിച്ച് സത്യം ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞുകൊടുത്ത പ്ലാനുകളാണ്. ഇദ്ദേഹം പറഞ്ഞുകൊടുത്ത പ്ലാനുകൾ വേണ്ടേ? ആ പ്ലാൻ വേണ്ടേ? ഞങ്ങൾ തമ്മിൽ ഉടക്കി അങ്ങനെ ഓരോ കാര്യങ്ങൾ അടുത്ത് വരണം. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ പ്ലാനാണ്. ഇദ്ദേഹത്തിന്റെ പ്ലാനാണ് വർക്ക് ആവണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എടാ നീ നിന്റെ ഗെയിം കളിക്ക്. ഹസ്ബൻഡ് വേണം, നീ നിന്റെ ഗെയിം കളിക്ക്. സിംഗിൾ ആയിട്ട് കളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് ജയിക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് നിന്നെ പുറത്താക്കാനുള്ള പ്ലാനാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനെ പുറത്താക്കാനുള്ള പ്ലാനുകളാണ് ഈ ഗബ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്ലാൻ വർക്കായില്ല. പുള്ളിയാറ്റിന്റെ പ്ലാനൊക്കെ ഇങ്ങോട്ട് പോയി. എന്റെ മനസ്സിലുള്ള പ്ലാനൊക്കെ ഇങ്ങോട്ട് പോയി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചൊരു സത്യം ചോദിച്ചു. എന്റെ അമ്മ ആണ് സത്യം, വേറെ ആരോടും പറയരുന്ന്. അപ്പൊ ഞാനും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിനകത്ത് ഭാഗമായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ എന്നോട് ഗെയിം കളിക്കുമ്പോ തിരിച്ച് കളിക്കണമെന്ന് നിങ്ങളെല്ലാവരും അമ്മയാണ് സത്യം എന്താ പറഞ്ഞേ? അത് പറഞ്ഞില്ല. അതൊക്കെ എന്റെ ഇഷ്ടമാണ്, ഞാൻ പറയില്ല. കാരണം ഇന്ന് ഗബ്രി എന്ന് പറയുന്ന ഒരാളായിട്ട് ഞാൻ കൂട്ടുകൂടില്ല ഇനിയും. അങ്ങനെയൊക്കെ അത് അമ്മയെ പിടിച്ച് സത്യം ചെയ്യാൻ മുമ്പാട്ടോ. അത് എന്നത് മനംകെട്ടി ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ഐഡിയ. അപ്പൊ ഇത്രയും ഹലോ, ഞാൻ പറഞ്ഞല്ലോ 11:04 രഞ്ജിത്തിനോട് മറ്റേ രഞ്ജനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് പറയാൻ. 11:04 രഞ്ജനോട് ഫോണിൽ വിളിച്ച് പറയാലോ. 11:04 കേട്ടാ. അന്ന് മിക്കവാറും ചിലപ്പോൾ അവധിയായിരിക്കും, പെരുന്നാൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്നെ വിളിക്കും, 10-ാം തീയതി വിളിക്കട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ജിമ്മ് തുടങ്ങല്ലേ നോക്കിയാണ് ഇദ്ദേഹത്തോട്. ഞാൻ ജിമ്മ് തുടങ്ങേണ്ട അങ്കമാലിയില് നമ്മുടെ അടുത്താണ് ഞങ്ങൾ ജിമ്മ് തുടങ്ങണേന്നൊക്കെ പറയണ്. ഇദ്ദേഹം ജിമ്മിൽ പോയിരുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ അവിടുത്തെ ട്രെയിനറെ വിളിച്ചിട്ട് ഞാൻ ജിമ്മ് തുടങ്ങണേ, അവിടുത്തെ ജിമ്മിലെ ആൾക്ക് പണി കൊടുക്കാൻ വേണ്ടി നമ്മളവിടെ അടുത്ത് തുടങ്ങണേ, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അതിന്റെ അപ്പനും ആ പുള്ളിക്കാരും അവിടെ പോയിക്കൊണ്ടിരുന്ന, അതുകൊണ്ടാണ് തൊട്ടടുത്ത് തുടങ്ങണേന്ന് പറയും. ഞാൻ പറഞ്ഞു, മോൻ തുടങ്ങുകയാണെങ്കിൽ ഒരു സിറ്റി തുടങ്ങാം, അത് നിനക്ക് നല്ലത്. ഒരുപാട് ആൾക്കാർ വരുന്നവരൊക്കെ ഇല്ല, ആ ജിമ്മിന്റെ അടുത്ത് തന്നെ തുടങ്ങണം, അവിടെ ഒരു ഷട്ടർ കിട്ടി, അതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങണം, അവിടുത്തെ ട്രെയിനറെ വിളിച്ചിട്ട് തുടങ്ങുന്ന പറയാണ്. നോ വെയിറ്റ്, എന്റെ ശരിയാക്കണം, ബോഡിയൊക്കെ ഒന്ന് ശരിയാക്കണം ചേട്ടാന്നൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞ ആള് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് എന്നോട് ഇവിടെ വന്നിട്ട് വേറെ കാര്യങ്ങള് അത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. എന്റെ ഈ പലവട്ടം എന്നോട് പറഞ്ഞ കേട്ടാ, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബിസിനസ്സേ പൂട്ടും, എന്റെ കാര്യങ്ങളെ പൂട്ടും. സുഹൃത്തിനോട് പറയാനുള്ള കാര്യം എന്ന് അറിയോ, എന്നെ കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മണ്ടൻ നിങ്ങളുടെ പേര്, അതായത് എന്റെ പ്രൊഫൈലിൽ എന്താ പറയുക നിങ്ങൾക്ക് കേട്ടോ? നിങ്ങള് സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ, മദർ തെരേസ അവാർഡ് ഹോൾഡർ. ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് എന്നെ ഒരു സ്റ്റേജിൽ കയറ്റുമ്പോ ഒരു വീഡിയോ എടുത്ത് നോക്കി കാണാം. 7 ദിവസം ഇത് തുടക്കനാണ്, മനസ്സിലായ? അവിടെ പറയുന്ന വേർഡ്സുകൾ അതിനകത്ത് നോക്കി അറിയാം. പറഞ്ഞ മനസ്സിലായ? ഒരു സെലിബ്രിറ്റീസിനെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഇത് കേരളത്തില് ഇന്ന വരെ ഒരേ പേരുള്ളൂ. ആ ഒരു പേര് നിലനിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞാൽ അവിടെ കേട്ടിട്ടുണ്ട്. ആ കേട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ടനായിട്ടല്ല, നിങ്ങളോടൊക്കെ കളിക്കാനുള്ള നല്ല തലയുണ്ടായിട്ട് തന്നെ വന്നേ. നിങ്ങളെല്ലാവരും കൂടി എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം, എനിക്ക് ഇഷ്ടമാണ്. ഇതുപോലെ സ്റ്റിക്കറൊക്കെ കിട്ടുമ്പോൾ എന്താ പറയുക, അത് നമുക്ക് നല്ലതാണ്. നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കളിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടം, അതാണ് എൻ്റെ ഗെയിം, മനസ്സിലായ? അപ്പൊ ഞാൻ ഇയാളെ വെടിവെക്കണം, എവിടെ വെക്കണം? ഞാൻ നേരെ വെടിവെക്കുള്ളൂ, ഇയാളെ പോലെ വളഞ്ഞൊന്നും അടിക്കില്ല. നമുക്ക് അങ്ങനത്തെ പരിപാടിയില്ല കേട്ടാ. എവിടെയെന്ന് പറഞ്ഞു പറഞ്ഞോ, ഞാൻ ഒട്ടിക്കുള്ളൂ. ചേട്ടന്റെ ഇയാളെന്റെ ദേഹത്തോട് പറയണായിരുന്നു. അല്ല പറയണമായിരുന്നു. ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഇയാളെന്റെ ദേഹത്തോട്.
ആണെങ്കിലും എന്റെ പേഴ്സണൽ സ്പേസിൽ ഇയാളെ വേറൊന്നുമല്ലല്ലോ, സ്റ്റിക്കർ ഒട്ടിക്കുന്നല്ലേ ഉള്ളൂ. ടാസ്കിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അതെ. ഇവനെ ഞാനേ എവിടെയൊക്കെ എവിടെ വെക്കുന്നറിയമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എവിടെ വെക്കണം? നെഞ്ചത്ത് വെക്കണ്ട, ഇവിടെ തന്നെ വെക്കണം. ഒറ്റ ഷൂട്ടിന് തീരണവൻ, അതിനുള്ള ആളുള്ളവൻ. ഓക്കെ, ബൈ. ஓகே பை. நன்றி வணக்கம். എനിക്ക് പറ്റത്തില്ല ചിന്നോ കാക്ക, എനിക്ക് തരണ്ട എല്ലാവർക്കും. എനിക്കൊരു കാര്യം പിന്നെ നല്ല പോയിട്ട് ഇനി അതിന് വാദം എനിക്ക് എനിക്കറിയാം, മനസ്സിലായി. എനിക്ക് എവിടെ വിളിക്കും? എന്നെ വിളിച്ച ടാർജറ്റാണോ? ഓ, പ്രൊട്ടക്ട് Come Arjun. At least he will not kill me. So അർജുനക്ക് ഞാൻ ടാർഗറ്റ് വെച്ച് ഒരു സൈഡിൽ ഓൾറെഡി കിട്ടി, മറ്റേ സൈഡിൽ വെച്ച്. കാരണം അർജുൻ ഇസ് വെരി ഗുഡ് പ്ലെയർ ആൻഡ് പേഴ്സണലി ഐ ഫീൽ ഇൻസെക്യൂരിറ്റി. ദാറ്റ് ഈസ് ദ റീസൺ ഐ പുട്ട് ഇറ്റ് ഹിയർ ഇറ്റ്സെൽഫ്. ഫ്രണ്ട്സ്, ഓക്കേ. എനിക്ക് ഇഷ്ടമായി. Second, ignorance. Actually, I have a big reason to ignorance any another person, but I don't want to take the name also. That is the reason I'm calling respect. Yeah. But actually ignoring. Not fully, little. Not fully, because I still എനിക്ക് രശ്മിനിയുടെ ക്യാരക്ടർ മനസ്സിലാവില്ല. ബിക്കോസ് രശ്മിൻ സ്വന്തം ഇഷ്ടമുള്ള ആൾക്കാരുടെ മാത്രം പ്രൊട്ടക്ഷനിലിരിക്കും, ബാക്കി ആൾക്കാരുടെ ഒരു ഓ ആയിക്കോട്ടെ ആ രീതിയിലൊക്കെ ഇരിക്കണേ. പറ്റുന്നില്ല. ഓക്കെ. സോ രശ്മിന് ബാക്കി എല്ലാ ആൾക്കാരുടെ കൂടെ ഇക്വലിറ്റി കുറച്ച് കുറവാ. രശ്മിക്ക് ഇഷ്ടമുണ്ട് ആൾക്കാരുടെ കൂടെ മാത്രം പ്രൊട്ടക്ഷനിലിരിക്കും, സംസാരിക്കും. സോ എനിക്ക് ആ സാധനം എനിക്ക് മനസ്സിലായില്ല. സോ എനിക്ക് അത് പറയാൻ ഒരു എന്താ പറയുക ഡിസിഷൻ ഒന്നുമില്ല. സോ ഐ തിങ്ക് ബെറ്റർ ടു ഇഗ്നോർ ഇറ്റ്. താങ്ക് യു. So protection personally, if I'll think for protection, എനിക്ക് ഋഷി, ജിൻറ്റു ചേട്ടൻ, യമുന ചേച്ചി, അൻസിബ, അപ്സര, എനിക്ക് ഈ കുറച്ച് ആളുകളുണ്ടോ ഞാൻ പറയുന്ന പേര്. ശ്രീതു obviously, so ശരണ്യ. സോ എല്ലാവർക്കും എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ടാഗ് ഒരെണ്ണേ ഉള്ളൂ. യു പീപ്പിൾ നോ. ജിൻറ്റു ചേട്ടനക്ക് അറിയാം ഞാൻ എത്ര പ്രൊട്ടക്ഷൻ, ഋഷിക്ക് അറിയാം, അൻസിബക്ക് അറിയാം. പക്ഷേ യമുന ചേച്ചിക്ക് എനിക്ക് കുറിച്ചു എല്ലാവരുടെയും കൂടി കുറിച്ച് യമുന ചേച്ചിയെ കൂടെ എൻ്റെ അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം ഞാൻ വന്ന ദിവസം മുതലേ യമുന ചേച്ചിയെ കൂടെ ഞാൻ ഉറങ്ങുന്നേ കഴിക്കുന്നേ ഒരു മദർ ഡോട്ടർ ഒരു ഫീൽ ഉണ്ട് എനിക്ക്. ഞാൻ ഒരു തെറ്റ് കാണിക്കില്ല. യമുന ചേച്ചി എനിക്ക് സോറി, ഞാൻ ഓരോ ടാഗും ഉണ്ട്. കാരണം എനിക്ക് ഞാൻ ഇവിടെ ഉണ്ടാ ടൈമിൽ മുതലേ എനിക്ക് കാപ്പിട്ട് നമ്മളുടെ രണ്ടു പേരൊക്കെ ആഗ്രഹമില്ല. അത്ര ക്രിക്കറ്റ് കളിച്ചിട്ട് നമുക്ക് ജയിക്കുന്ന ആഗ്രഹമില്ല. പക്ഷെ രണ്ടു പേര് ജെന്യുവൻ ആയിട്ട് എല്ലാവരുടെയും കൂടെ സ്നേഹം തോന്നി ഉണ്ടാകുന്ന ടൈമിൽ കൂടെ ഉണ്ടാവും. അതായിരിക്കും. ബാക്കി എല്ലാവർക്കും ഞാൻ നെയിം പറഞ്ഞ എല്ലാവർക്കും ലൈഫ് മുതലുണ്ടാവും. ദാറ്റ് ഈസ് മൈ പ്രോമിസ്. താങ്ക് യു. നമുക്ക് നമ്മളില്ല.